അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സിവിലിനകത്ത് തന്നെ DPD, റൈറ്റ് ഓഫ്, OD, ഇങ്ങനെ കുറച്ച് ഇതുണ്ട്, ടേംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് സിവിൽ എന്ന് പറയുന്നത് വേറൊരു ഏജൻസിയാണ്. അതായത് ഒരു NBFC-യിലോ ബാങ്ക്സിലോ ഒരു കസ്റ്റമർ നടത്തുന്ന ആ ഒരു ട്രാൻസാക്ഷൻസ്, ലോൺ റീപേയ്മെന്റ്, ലോൺ ഡിസ്ബേഴ്സ്മെന്റ് തൊട്ടിട്ട് അയാൾ ലോൺ ക്ലോസ് ചെയ്യുന്നത് വരെയുള്ളത് സിവിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസിക്ക് NBFC റിപ്പോർട്ട് ചെയ്യും. അതിലേക്ക് സിവിലിന് തന്നെ ഏജൻസീസ് എന്ന് പറയുന്നത് സിവിലുണ്ട്. ഇത് നമ്മളെ മൊബൈൽ നമ്പർ ഏത് ബാങ്ക്സിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം. നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാം. നിങ്ങൾക്കിപ്പം എല്ലാ സ്ഥലത്തും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിരുന്നാലും ഇവിടുത്തെ ട്യൂഷൻ ഫീ എല്ലാം അടയ്ക്കുന്നത് ക്യാഷ് എടുക്കാൻ മടിച്ചിട്ട് മാക്സിമം നിങ്ങൾക്കിപ്പം ATM-ൽ പോയി ക്യാഷ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മളിപ്പം നമ്മളിടത്തായിരുന്നാലും വേറൊരിടത്തായിരുന്നാലും ലോണ് എടുക്കാൻ ചെല്ലായിരുന്നു. അപ്പം നമുക്ക് അവിടുത്തെ ഇൻട്രസ്റ്റ് അവർ പറയുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് അറിയാം, ജെനുവിനായിട്ടുള്ളത്. ഇപ്പം ചില നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ ഓഫീസിൽ വന്നിട്ടാണ് നമ്മൾ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ കേരള ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ പറഞ്ഞുകൊണ്ടിട്ടാണ് ലോൺ ഡിസ്ബേഴ്സ് ചെയ്യുന്നത്. പക്ഷേ പല കമ്പനീസും കറക്റ്റായിട്ടുള്ള റേറ്റ് പറഞ്ഞിട്ടല്ല അവരെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എത്രയാണ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അവർ പറയുന്ന റേറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മൾ ആപ്പിനകത്ത് തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് കൊടുത്ത് നോക്കിയാൽ അത് നമ്മളെ കമ്പനിയുടെ തന്നെ റേറ്റ് എന്നല്ല. ഇപ്പോൾ ചിലപ്പോൾ ഡിസ്പ്ലേയിൽ 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷെ നിങ്ങൾ അവിടെ ചെല്ലുമ്പം ഇൻട്രസ്റ്റ് ഇതിനെക്കാട്ടിലും കുറവായിട്ടുള്ളതായിരിക്കും. അപ്പം ഈ സാധനങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓൺലൈൻ പേയ്മെന്റ്, അതായത് അവർ നമ്മൾ മൊബൈൽ വാങ്ങിക്കുന്ന സ്ഥലത്ത് അവർ അതാത് ബാങ്ക്സിൻ്റെ ലൈക്ക് HDFC നമ്മളത് കൺസ്യൂമർ ഡെവലപ്മെന്റ് ഗുഡ്സ് വരാൻ പോവുകയാണ് മാർക്കറ്റിൽ. അപ്പോൾ ആ ടൈം നിങ്ങൾ എന്നാണ് നമ്മൾ റീപേയ്മെന്റ് ഡേയ്സിലോ ആൻഡ് ബിസിനസ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ട ആവശ്യങ്ങൾ ഫ്യൂച്ചറിൽ വരാം. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഒരു ലോൺ എടുത്ത് കൊടുക്കും. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പുള്ളി ആ എമൗണ്ട് അടച്ചു കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത് പുള്ളി അടച്ച